കുറേ സാധനങ്ങൾ യസ്യ നശ്യന്തി. ഇതൊന്നും നമുക്കറിയില്ല. എത്രയോ കാലമായിട്ട് നമ്മളൊക്കെ ഭാഗവതം കേൾക്കുന്നുണ്ടാവും, വായിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത നിരവധി കാര്യങ്ങളാണ് പ്രഹ്ലാദൻ നമ്മളോട് പറയുന്നത്. മനസ്സിൽ എന്തെങ്കിലും ഒരാഗ്രഹം ജനിച്ചു എന്ന് വിചാരിക്കും. എന്തെങ്കിലും ഒരാഗ്രഹം, എന്താഗ്രഹമായാലും ഒരു വീട് വെക്കണമെന്നോ, കല്യാണം കഴിക്കണമെന്നോ, കുട്ടികളുണ്ടാവണമെന്നോ, എനിക്ക് ചാലക്കുടിയിൽ പോകണമെന്നോ, അമ്മാവൻ്റെ വീട്ടിൽ പോകണമെന്നോ, ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായാൽ ഇന്ദ്രിയാണി നശ്യന്തി, അവൻ്റെ 11 ഇന്ദ്രിയങ്ങളും നശിക്കുകയാണ് ചെയ്യുക. അവൻ്റെ മനസ്സിൻ്റെ ശക്തി നശിക്കും, അവൻ്റെ പ്രാണശക്തി നശിക്കും, അവൻ്റെ ദേഹത്തിന് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാവും, അവൻ്റെ ധാർമ്മികമായ ചിന്തകൾ നശിക്കും, അവൻ്റെ ധൃതി നശിക്കും, അവൻ്റെ ബുദ്ധി മെല്ലെ മെല്ലെ ക്ഷയിക്കും, അവന് ലജ്ജ ഇല്ലാതെയായിത്തീരും, അവൻ്റെ എല്ലാ ശ്രീയും മെല്ലെ മെല്ലെ നശിക്കും, അവൻ്റെ തേജസ് കുറഞ്ഞു വരും, അവൻ്റെ ഓർമ്മശക്തി കുറഞ്ഞു വരും, അവൻ്റെ സത്യത്തിലുള്ള നിഷ്ഠ കുറഞ്ഞു വരും. ഇങ്ങനെ ഏറ്റവും നല്ലതാണെന്ന് വേദങ്ങളൊക്കെ പറയുന്ന 12 കാര്യങ്ങൾക്കാണ് സാവധാനത്തിൽ നാശമുണ്ടാകുന്നത്. എന്ത് സംഭവിച്ചാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരാഗ്രഹം ഉണ്ടായാൽ. അതുകൊണ്ട് പ്രഹ്ലാദൻ നമ്മളോട് പറയുന്നു, യാതൊന്നും ആഗ്രഹിക്കുന്നത് നന്നല്ല. എല്ലാ ആഗ്രഹങ്ങളും ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കുന്നതാണ്. എന്നിട്ട് പ്രഹ്ലാദൻ പറയണോ, വിമുഞ്ചതി യഥാ കാമാൻ മാനസോ മനസ്സി സ്ഥിതാൻ. എപ്പോഴാണോ മാനവ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, എപ്പോഴാണോ മനസ്സിലുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുന്നത്, അപ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് ഭഗവാന്റെ പ്രസാദം ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള എത്രയോ വലിയ വലിയ ആശയങ്ങളൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഏതായാലും ഭഗവാന് ആ പ്രഹ്ലാദനെ വലിയ ഇഷ്ടമായി. കാരണം എന്തെല്ലാം വേണമെന്ന് ചോദിച്ചിട്ടും ഒന്നും വേണ്ട എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടും ഭഗവാൻ ആ പ്രഹ്ലാദന് പലതരത്തിലുള്ള വരങ്ങൾ കൊടുത്തു. നീ ഈ വംശത്തിൽ വന്ന് അവതരിച്ചതുകൊണ്ട് ത്രിസപ്തമി പിതാഭൂത. ത്രിസപ്ത എന്ന് പറഞ്ഞാൽ, ത്രി എന്ന് പറഞ്ഞാൽ 3 സപ്ത എന്ന് പറഞ്ഞാൽ 7. അപ്പം ത്രിസപ്ത എന്ന് പറഞ്ഞാൽ 3നെ 7 കൊണ്ട് കൂട്ടുകയല്ല വേണ്ടത്, 3നെ 7 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 3 7 21. അപ്പം ത്രിസപ്ത എന്ന് പറഞ്ഞാൽ 21 എന്നർത്ഥം. അപ്പം നീ വംശത്തിൽ വന്ന് ജനിച്ചതുകൊണ്ട് 21 തലമുറയിലുള്ള എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. എല്ലാവരും ഞാൻ കാരണം പരിശുദ്ധരായി തീരും എന്ന് പ്രഹ്ലാദൻ ഭഗവാനോട് പറഞ്ഞു. ഇതാണ് ഏതെങ്കിലും ഒരു കുലത്തിൽ ഭഗവാനെ സേവിക്കുന്ന ഒരാൾ വന്ന് ജനിച്ചാൽ തന്നെ ആ മഹാത്മാവിൻ്റെ ഗുണം കൊണ്ട് പിന്നീടുണ്ടാകുന്ന എത്രയോ തലമുറകൾക്ക് പോലും അതിൻ്റെ പ്രയോജനമുണ്ടാകും എന്നാണ് ഭഗവാൻ ആ അനുഗ്രഹ വചസ്സുകളെ കൊണ്ട് ലോകത്തെ കാണിക്കുന്നത്. ഇങ്ങനെ അനേകം അവതാര ലീലകളൊക്കെ ആടിയ നരസിംഹമൂർത്തി തൂണിൽ നിന്നാണ് അവതരിച്ചത്. എല്ലാവരും നോക്കി നിൽക്കെ പെട്ടെന്ന് ഭഗവാൻ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതുകൊണ്ട് ഭഗവാന് അവതരിക്കാനും ഒരു പ്രയാസവുമില്ല, പെട്ടെന്ന് ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകാനും ഭഗവാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് നാരദ മഹർഷി രാജസൂയ യജ്ഞത്തിൽ വെച്ച് പറഞ്ഞത്. ഇങ്ങനെ നരസിംഹാവതാരം വിസ്തരിച്ച് വർണ്ണിച്ച് കേട്ട സമയത്ത് രാജസൂയ യജ്ഞത്തിൽ വെച്ചിട്ടാണ് ഈ കഥ നാരദ മഹർഷി വിസ്തരിച്ച് പറഞ്ഞത് നമ്മൾ അനുസ്മരിച്ചു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന പാണ്ഡവന്മാർക്ക്, പ്രത്യേകിച്ച് യുധിഷ്ഠിരന് ഒരു സംശയം. വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം 5 അധ്യായങ്ങളെ കൊണ്ടാണ് വർണ്ണധർമ്മങ്ങളെ പറ്റിയും ആശ്രമധർമ്മങ്ങളെ പറ്റിയും വളരെ വിസ്തരിച്ചാണ് യുധിഷ്ഠിരന് നാരദ മഹർഷി അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഭാഗവതത്തിൽ നമ്മളൊക്കെ വായിച്ച് പഠിക്കേണ്ട 5 അധ്യായങ്ങളാണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ. പക്ഷേ എന്തോ കാരണം കൊണ്ട് ഇത് പല ആൾക്കാരും വായിച്ചു നോക്കാറില്ല, പഠിക്കാൻ ശ്രമിക്കാറില്ല. എങ്ങനെയാണ് ജീവിക്കുക എന്ന് നമ്മളെ ആരും പഠിപ്പിച്ചു തരാറില്ല അല്ലേ? നമ്മുടെ വിദ്യാലയങ്ങളിലോ കലാലയങ്ങളിലോ സർവകലാശാലകളിലോ സാധാരണ നമ്മുടെ വീട്ടിലോ ഒന്നും തന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ആരും നമുക്ക് പറഞ്ഞു തരാത്ത ഒരു കാലമാണ് ഈ കലിയുഗം. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾ ഈ 5 അധ്യായങ്ങളിൽ നിന്ന് വായിച്ചു പഠിക്കണം. എല്ലാവരും പഠിക്കണം. അത്ര പ്രയാസമൊന്നുമില്ല. ഒരു അധ്യായം പഠിക്കാൻ കഷ്ടിച്ച് ഒരു മാസം മതി. അപ്പോൾ 5 അധ്യായം പഠിക്കാൻ ഒരു 5 മാസം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ നല്ലതുപോലെ ഇരുന്ന് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ എത്ര വേണമെങ്കിൽ നന്നാക്കാൻ നമുക്ക് എല്ലാവർക്കും
ശ്രീനാരദ മഹർഷി പറയുന്നത്. അതിൽ ഗൃഹസ്ഥന്മാരുടെ ധർമ്മത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമ്മളൊക്കെ മിക്കവാറും ആൾക്കാർ ഗൃഹസ്ഥന്മാരാണ്. ഏറ്റവും നല്ല ഒരു ധർമ്മമാണ് ഗൃഹസ്ഥൻ്റെ ധർമ്മം എന്ന് നാരദ മഹർഷി പറയുന്നു. ആ ഗൃഹസ്ഥനുണ്ടാവേണ്ട ഒരു ഗുണമാണ് ഈ എല്ലാവരും കൂടി ചേർന്ന് ഈ തോണിയൊക്കെ തുഴയാറുണ്ടല്ലോ അല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് തോണി തുഴയുമ്പോൾ ബുദ്ധിമുട്ടാണ്. നേരെ കുറച്ച് കുറേ പേര് ഒന്നിച്ച് തോണി തുഴയുകയാണെങ്കിൽ ആ തോണി യാത്ര നല്ല രസമായിരിക്കും. നാരദ മഹർഷി പറയുന്നു, അച്ഛനും അമ്മയും കുട്ടികളും ബന്ധുക്കളും അമ്മാവനും അമ്മായിയും എല്ലാവരും കൂടി ചേർന്നിട്ട് വേണം ഈ ജീവിതമാകുന്ന ഈ തോണി തുറന്നു പോകാൻ. എല്ലാവരും നല്ല സ്നേഹത്തോടെ ഇരിക്കുക, എല്ലാവരും ഭഗവാനെ സേവിക്കുക. അങ്ങനെ ഭഗവാനെ സേവിക്കാനുള്ള ഒരാശ്രമമാണ് ഗൃഹസ്ഥാശ്രമം എന്നാണ് നാരദ മഹർഷി പറയുന്നത്. പിന്നീട് എല്ലാ മനുഷ്യരും ആചരിക്കേണ്ട അനേകം ധർമ്മങ്ങളെ പറ്റി പറഞ്ഞു. നാരദ മഹർഷി പറയുന്നു, സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്തുഷ്ടസ്യ നിരീഹസ്യ സ്വാത്മാരാമസ്യ യൽ സുഖം കുതസ്ഥൽ കാമലോഭേന ധാമതഃ അർത്ഥേഹയാ ദിശ. ലോകത്തിലെ മനുഷ്യരൊക്കെ അർത്ഥേഹയ എന്ന് പറഞ്ഞാൽ ധനസമ്പാദത്തിന് വേണ്ടി ലോകം മുഴുവൻ ഓടി നടക്കുന്നത് കാണാം. പലതരത്തിലുള്ള കാമങ്ങളും ലോഭങ്ങളുമാണ് അവരുടെ മനസ്സ്. അവർക്കൊരിക്കലും ജീവിതം എന്താണെന്ന് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് നാരദ മഹർഷി പറയും. അപ്പോൾ ജീവിതം ആരാണ് ആസ്വദിക്കുന്നത്? സദാ സന്തുഷ്ട മനസ്സഃ സർവാഹ സുഖമയ ദിശ. ആരാണോ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത്, എന്താണോ ഉള്ളത് ആ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവന് ജീവിതം പരമാനന്ദമാണ്. ഏതുപോലെ? ചെരുപ്പ് കാലിൽ ധരിക്കുന്നത് പോലെ എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അതെന്താ? ചെരുപ്പിന് സംസ്കൃതത്തിൽ ഉപാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ചെരുപ്പിട്ടാൽ എന്താ ഗുണം? ശർക്കര കണ്ടകാദിഭ്യ. ശർക്കര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മധുരമുള്ള ഒരു സാധനമാണെന്ന്. പക്ഷെ സംസ്കൃതത്തിൽ ശർക്കര എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. ശർക്കര എന്ന് പറഞ്ഞാൽ ഈ ഉരുണ്ട് വഴിയിലൊക്കെ കാണുന്ന കല്ലുകൾക്കാണ് ശർക്കര എന്ന് പറയും. കണ്ടകം എന്ന് പറഞ്ഞാൽ എന്താ? മുള്ളുകളാണ്. ചെരുപ്പിടാതെ ഒരാൾ നടന്നാൽ വഴിയിലുള്ള കല്ലുകളും മുള്ളുകളും ഒക്കെ കാലിൽ തറച്ചിട്ട് വേദനയും. അപ്പോൾ കല്ലും മുള്ളൊന്നും കാലിൽ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു ഉപാനം, നല്ലൊരു ചെരുപ്പെടുത്ത് കാലിലിട്ടാൽ. അപ്പോൾ ചെരുപ്പ് കാലിലിട്ടാൽ പിന്നെ കല്ലോ മുള്ളോ ഒന്നും നമ്മുടെ കാലിനെ വേദനിപ്പിക്കുകയില്ല. ഇതേപോലെ ജീവിതയാത്രയിലും നാരദ മഹർഷി പറയുന്നു, എല്ലാ മനുഷ്യരും 2 ചെരുപ്പുകൾ ധരിക്കണം. ആ ചെരുപ്പിൻ്റെ പേരാണ് എന്ത്? സന്തോഷം. നമ്മുടെ നേരെ കേട്ടിട്ടില്ല അല്ലേ, സന്തോഷം ഒരു ചെരുപ്പാണ് എന്ന് നമ്മളാരും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഈ സന്തോഷമാകുന്ന ചെരുപ്പ് എവിടെയാണ് ധരിക്കുക? അത് ഹൃദയത്തിലാണ് ധരിക്കേണ്ടത്. എപ്പോഴും സന്തോഷം. ചായ കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം, കഞ്ഞി കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം, ഉപ്പുണ്ടെങ്കിലും സന്തോഷം, ഉപ്പില്ലെങ്കിലും സന്തോഷം, എങ്ങനെയായാലും സന്തോഷം, ധനം കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം. ഇങ്ങനെ നമ്മളെപ്പോഴും ഏതവസ്ഥയിലും സന്തോഷിക്കാൻ പഠിക്കണം എന്നാണ് നാരദ മഹർഷി ലോകത്തിലെ എല്ലാ മനുഷ്യരോടും പറയുന്നത്. സന്തോഷമുള്ള ഒരാൾക്കാണത്രേ വളരെ എളുപ്പത്തിൽ ഈശ്വരൻ്റെ പ്രസാദം കിട്ടുക. പിന്നീട് നാരദ മഹർഷി പണ്ഡിതന്മാരോട് പറഞ്ഞു, യൂയം ഭൂരിഭാഗ ലോകം പുരാനാ മുനയോഭിയന്തി. ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് അല്ലയോ പണ്ഡിതന്മാരെ നിങ്ങളെല്ലാം എന്നാണ് പറഞ്ഞു. നാരദ മഹർഷി പണ്ഡിതന്മാരോട് പറയാം. എന്താ കാരണം? ലോകം പുരാന മുനയ അഭിയന്തി. ലോകത്തെ മുഴുവനും ശുദ്ധീകരിക്കാൻ കഴിവുള്ള എത്രയോ മഹർഷിമാരാണ്, മുനിമാരാണ് ഈ രാജസൂയ യജ്ഞത്തിൽ പങ്കെടുത്തത്. ഈ രാജസൂയ യജ്ഞത്തിൽ എന്തിനാണ് ഈ വീതിഹോത്രനും അതുപോലെ വസിഷ്ഠനും എത്രയോ മഹർഷിമാർ പങ്കെടുത്തു. ഈ മഹർഷിമാരൊക്കെ രാജസൂയത്തിൽ വന്നത് അവിടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് എന്ന് കരുതിയിട്ടാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയാണ് എല്ലാ മഹർഷിമാരും ഇവിടെ വന്നത്. അതുകൊണ്ട് അങ്ങയുടെ വീട്ടിലാണ് ലോകം മുഴുവൻ സമാരാധിക്കുന്ന എത്രയോ മഹർഷിമാർ വന്നത്. അങ്ങ് എത്രയോ വലിയ ഭാഗ്യം ചെയ്ത ആളാണ്. ശ്രീകൃഷ്ണ ഭഗവാനും ഇത് അങ്ങയുടെ വീട്ടിലാണ് എത്രയോ കാലമായിട്ട് നിങ്ങൾ താമസിക്കുന്നു. ഈ ആരാണ് ഈ ഭഗവാൻ? പ്രിയസുഹൃദ്വഖലുമാതുലേയ ആത്മഹരണീയോ വിധികഗുരുശ്ച. പണ്ഡിതന്മാരായ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നു, നിങ്ങളുടെ സുഹൃത്തായിട്ട് നിന്നു, നിങ്ങളുടെ അമ്മാവൻ്റെ മകനായിട്ട് നിങ്ങളുടെ കൂടെ ജീവിച്ചു.
ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം ആളായി ഈ ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലികളാണ് എന്ന് പണ്ഡിതന്മാരെ കുറിച്ച് നാരദ മഹർഷി പറഞ്ഞു. ഇങ്ങനെ ഈ നാരദൻ്റെ വാക്കുകളെ കൊണ്ടാണ് 7ാമത്തെ സ്കന്ധം പൂർണ്ണമാകുന്നത്. പിന്നീട് നമ്മളിപ്പോൾ രാവിലെ 8ാമത്തെ സ്കന്ധമാണ് വായിച്ചത്. 8ാമത്തെ സ്കന്ധത്തിൽ മന്വന്തരങ്ങളെയാണ് വർണ്ണിക്കുന്നത്. അന്തരം എന്ന വാക്കിന് പിരീഡ് എന്നാണ് അർത്ഥം. പിരീഡ് പറഞ്ഞാൽ എന്താ? ഒരു കാലയളവ് എന്നർത്ഥം. അപ്പോൾ മന്വന്തരം എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ കാലയളവ് എന്നർത്ഥം. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ സമയത്ത് 14 മനുക്കൾ ലോകം ഭരിക്കുന്നുണ്ട് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ 1000 ചതുരികമാണ്. അപ്പോൾ ഒരു മനുവിൻ്റെ കാലയളവ് കിട്ടാൻ എന്ത് ചെയ്യണം? 1000നെ 14 കൊണ്ട് ഹരിക്കണം. 1000നെ 14 കൊണ്ട് ഹരിച്ചാലും 500നെ 7 കൊണ്ട് ഹരിച്ചാലും ഒരേ ഉത്തരമാണ് കിട്ടുക. 71 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. അപ്പോൾ 71ലധികം ചതുര്യുഗങ്ങളാണ് ഒരു മനുവിൻ്റെ കാലയളവ്. അങ്ങനെ ഒന്നാമത്തെ മനു ആരായിരുന്നു എന്ന് ഈ വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നു. സ്വയംഭുവൻ എന്നായിരുന്നു ഒന്നാമത്തെ മനുവിൻ്റെ പേര്. അദ്ദേഹം 71ലധികം ചതുര്യുഗങ്ങൾ ലോകം ഭരിച്ചു. പിന്നെ രണ്ടാമത് ഒരു മനു ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് സ്വാരോജിഷൻ എന്നാണ്. അദ്ദേഹം ഇതേപോലെ 71ലധികം ചതുര്യുഗങ്ങളാണ് ഈ ലോകത്തെ ഭരിച്ചത്. മൂന്നാമത്തെ മനു ഉണ്ടായിരുന്നു. ആ മൂന്നാമത്തെ മനുവിൻ്റെ പേര് ഉത്തമൻ എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രിയവ്രതൻ്റെ കഥ കേട്ടു. ആ പ്രിയവ്രതൻ്റെ പുത്രനാണ് ഉത്തമൻ എന്ന് പറയുന്ന മനു. അതുകൊണ്ട് 4ാമത് ഒരു മനു ഉണ്ടായിരുന്നു. ആ 4ാമത്തെ മനുവിൻ്റെ പേര് താമസൻ എന്നാണ്. ഈ മനുക്കളുടെ മുഴുവൻ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്വയംഭുവൻ, സ്വാരോജിഷൻ, ഉത്തമൻ, താമസൻ ഇവരായിരുന്നു ആദ്യകാലത്തെ 4 മനുക്കൾ. ഈ താമസൻ എന്ന ഈ മനുവിൻ്റെ കഥ പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, തത്രാഭിജ്ഞേ ഭഗവാൻ ഹരിണ്യ ഹരിമേധസ. താമസമന്വന്തരത്തിലാണ് ഹരിണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെയും ഹരിമേധസിൻ്റെയും പുത്രനായ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഗജേന്ദ്രോ മോചിതോ ഗ്രഹാത്. ഗ്രഹം എന്ന് പറഞ്ഞാൽ മുതല എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മുതലയുടെ പിടിയിൽപ്പെട്ട ആനയെ ഹരി എന്ന് പറയുന്ന ഭഗവാൻ താമസമന്വന്തരത്തിലാണ് രക്ഷിച്ചത് എന്ന് പറഞ്ഞു. ഉടനെ പരീക്ഷത്ത് ഇടത്തെ കൈയൊന്ന് ഉയർത്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇടയ്ക്ക് ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ഇടത്തെ കൈയും ഒന്നും തന്നെ കേൾക്കും. അതെന്തിനാ? എനിക്കൊരു സംശയമുണ്ട്, അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരുനാഥൻ നോക്കിയപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ഇടത്തെ കൈ ഒന്നും അങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു സംശയം ചോദിക്കാനുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എന്തായിരുന്നു രാജാവിൻ്റെ സംശയം? ബാലരായണ ഏതത്തെ ശ്രോതുമിച്ഛാമഹേ വയം. അന്നിപ്പോൾ പറഞ്ഞല്ലോ, ഒരു മുതലയുടെ പിടിയിൽ നിന്ന് ഒരു ആനയെ രക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ ഭഗവാൻ ഹരി എന്ന് അവതരിച്ചു. അങ്ങനെയാണെങ്കിൽ തൽക്കഥ സുമഹൽ പുണ്യം. എന്തൊരു ശ്രദ്ധയ പരീക്ഷത്തിനല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണല്ലോ ഈ മുതലയുടെ പിടിയിൽപ്പെട്ട ആനയെ ഭഗവാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ രാജാവ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ള എല്ലാ മന്വന്തരങ്ങളെയും പറ്റി മാന് പറയുകയായിരുന്നു. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു പോവുകയും അതീവ ശ്രദ്ധയുണ്ടായിരുന്നു ആൾക്ക് പരീക്ഷത്തിൽ നിന്ന് കാണിക്കുകയാണ് ആ ചോദ്യം. അപ്പോൾ പരീക്ഷത്ത് പറഞ്ഞു, ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരണം. അപ്പോഴാണ് സൂതൻ പറയുന്നു. സൂതനെല്ലാം നേരിട്ട് കണ്ടയാളാണ്. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനും നേരിൽ കണ്ട് പൂർണ്ണമായിട്ടും ഭാഗവതം ആസ്വദിച്ച ആ സൂതൻ നൈമിഷാരണ്യത്തിലിരുന്ന് ശൗനകാദികളോട് പറഞ്ഞു. ഇങ്ങനെ അന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോഴാണ്, അല്ലയോ മഹർഷിമാരെ, അവിടെ വെച്ച് ശ്രീ ശുകബ്രഹ്മർഷി പിന്നീട് ഗജേന്ദ്രമോക്ഷണം എന്ന് പറയുന്ന കഥ വളരെ വിസ്തരിച്ച് പറഞ്ഞത്. എനിക്കും അത് ആ സദസ്സിൽ വെച്ച് കേൾക്കാൻ ഭാഗ്യമുണ്ടായി. പക്ഷേ ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞതുപോലെയൊന്നും ആ കഥ പറയാൻ എത്ര കാലം തപസ്സിരുന്നാലും എന്നെ കൊണ്ട് കഴിയില്ല. എങ്കിലും യഥാശക്തി യഥാമതി ഞാൻ ആ കഥ നിങ്ങളോട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് സൂതൻ നൈമിഷാരണ്യത്തിൽ നിന്ന് ശുനകാദികൾക്ക് ആ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഈ കഥയുടെ പേര് ഗജേന്ദ്രമോക്ഷണം എന്നാണ്. ആസീൻ ഗിരിവരോരാജൻ ത്രികൂടഗിരിവിശ്രുത. ത്രികൂടം എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൻ്റെ കഥയാണ് ശ്രീ ശുകബ്രഹ്മർഷി ആദ്യമായിട്ട് പറഞ്ഞത്. ത്രികൂടം എന്ന പേര് തന്നെ 3 കാണിക്കുകയാണ്.
ക്ഷീരോദേനാവത ശ്രീമാൻ. അതിൻ്റെ 4 ഭാഗത്തും നല്ല ക്ഷീരോദമാണ്. ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല് എന്നർത്ഥം, ഉദം എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പോൾ അതിലെ മുഴുവൻ വെള്ളം പാലാണ് എന്നർത്ഥം, അതായത് പാലാഴി എന്നർത്ഥം. പാലാഴിയുടെ മധ്യഭാഗത്താണ് ത്രികൂടം എന്ന് പറയുന്ന ഈ പർവ്വതം. അവിടെ 3 വലിയ കൊടുമുടികളുണ്ട്, അതിമനോഹരമായ കൊടുമുടികൾ. ഒന്നിന് വെള്ളിയുടെ നിറമാണ്, ഒന്നിന് ആയസത്തിൻ്റെ നിറമാണ്. ആയസം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നർത്ഥം. അപ്പോൾ ഒന്നിന് വെള്ളിയുടെ നിറം, ഒന്നിന് ഇരുമ്പിൻ്റെ നിറം, മൂന്നാമത്തെ കൊടുമുടിക്ക് സ്വർണത്തിൻ്റെ നിറം. ഇങ്ങനെ 3 വ്യത്യസ്ത വർണ്ണങ്ങളുള്ള അതിമനോഹരമായ കൊടുമുടികളോട് കൂടിയ ത്രികൂടം എന്ന പേരായിരിക്കുന്ന ഒരു വലിയ പർവ്വതം. അവിടെ സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, മഹോരകങ്ങൾ, കിന്നരന്മാർ, അപ്സര സ്ത്രീകൾ ഇവരെല്ലാവരും കളിക്കാനും കുളിക്കാനൊക്കെ വരാറുണ്ട്. മാത്രമല്ല ധാരാളം ആനകളൊക്കെ അവിടെ ഒന്നിച്ച് താമസിച്ചിരുന്നു. അവിടെ ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ടായിരുന്നു. എത്ര വൃക്ഷങ്ങളെ പറ്റി ആ ശ്രീ ശിവബ്രഹ്മർഷി ഞാനെങ്ങനെ ആലോചിക്കും, എങ്ങനെയാണ് ഈ വൃക്ഷങ്ങളുടെ പേരൊക്കെ ഈ ശ്രീ ശിവബ്രഹ്മർഷി ഇത്ര കൃത്യമായിട്ട് പറഞ്ഞതല്ലേ. നമുക്കൊന്നും പല വൃക്ഷങ്ങളുടെ പേര് തന്നെ അറിയില്ല. അവിടെ മന്ദാരമുണ്ട്, മധൂകമുണ്ട്, സാലകാലമുണ്ട്, തമാനങ്ങൾ, അസനങ്ങൾ, അർജുനങ്ങൾ, അരിഷ്ടങ്ങൾ, ഉദുംബരങ്ങൾ, വൃക്ഷങ്ങൾ, പട്ടങ്ങൾ, അങ്ങനെ നിൽക്കാതെ അവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും പേരൊക്കെ ആര് പറയുന്നുണ്ട്? ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നത് പരീക്ഷിത്ത് അത്ഭുതത്തോടെ കേട്ടിരിക്കുക. സർവശാസ്ത്ര വിശാരദ. ഈ ശ്രീ ശിവബ്രഹ്മർഷി എല്ലാ ശാസ്ത്രങ്ങളിലും വിശാരദനാണ് എന്ന് കാണിക്കുകയാണ് ഭാഗവതത്തിലെ ഓരോ കഥകൾ. അത്ര മനോഹരമായ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്താണ് ഈ വിജയേന്ദ്രൻ താമസിച്ചിരുന്നത്. ആനകളുടെ മുഴുവനും രാജാവായിരുന്നു, കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളുടെയും രാജാവായിരുന്നു ഈ വിജയേന്ദ്രൻ. അങ്ങനെ ആ വിജയേന്ദ്രൻ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവിടെ പെട്ടെന്നൊരു വേനൽക്കാലം വന്നു. എല്ലാ ജലാശയങ്ങളും വറ്റി വരണ്ടു. ജീവജാലങ്ങളൊക്കെ വെള്ളം കുടിക്കാതെ വളരെ വിഷമിച്ചു. എല്ലാവരും ദാഹാർത്തരായി എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് ഓർമ്മിച്ചു, പണ്ട് തനിക്ക് ദാഹം വന്ന കഥ ഓർമ്മിച്ചു. പണ്ട് തനിക്ക് വല്ലാതെ ദാഹം വന്നപ്പോഴാണല്ലോ ഒരു ശമീക മഹർഷിയുടെ ആശ്രമത്തിലേക്കൊക്കെ കയറി ചെന്നത്. ഇനിയിപ്പോൾ എൻ്റെ കഥ തന്നെയാണോ ഇദ്ദേഹം പറയാൻ പോകുന്നത് എന്ന് ആ രാജാവിന് സംശയം. കാരണം ദാഹം എന്താണെന്ന് അനുഭവിച്ചവരെ അതിൻ്റെ ദുരിതം അറിയുള്ളൂ. അങ്ങനെ ഈ ആനക്കൂട്ടം മുഴുവനും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ദാഹിച്ചു വരഞ്ഞു. ആനകൾക്കൊരു പ്രത്യേകതയുണ്ട്, ചൂട് തീരെ സഹിക്കാൻ വയ്യാത്ത ജീവികളാണ് ആന. അപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള ആ കാലത്ത് ഈ വിജയേന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ തുമ്പിക്കൈ ഉയർത്തി നോക്കി. തുമ്പിക്കൈ ഉയർത്തിയപ്പോൾ കുറേ ദൂരെ നിന്ന് താമരപ്പൂക്കളുടെ സുഗന്ധം ആനയുടെ ആ തുമ്പിക്കൈയിൽ കൂടെ വന്നു. ആനയ്ക്ക് നല്ല ബുദ്ധിയാണ്. ആന ആലോചിച്ചു, താമരപ്പൂ എവിടെയാണ് ഉണ്ടാവുക? താമരപ്പൂവിന് ജലജം എന്നൊരു പേര്. ജലജം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുണ്ടാകുന്നത് എന്നർത്ഥം. അപ്പോൾ താമരപ്പൂക്കൾ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ധാരാളം വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടെയുള്ള മുഴുവൻ ആനകളോടും ഈ വിജയേന്ദ്രൻ പറഞ്ഞു, താമരപ്പൂവിൻ്റെ സുഗന്ധം വരുന്നുണ്ട്. ആ സുഗന്ധം എവിടെ നിന്നാണോ വരുന്നത് ആ ഭാഗത്തെ ലക്ഷ്യമാക്കി എൻ്റെ പിന്നാലെ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആനകളും ആ ഗജേന്ദ്രൻ്റെ പിന്നാലെ ഓടി. അവരുടെ സങ്കല്പം വളരെ ശരിയായിരുന്നു. എത്രയോ വലിയ ഒരു പൊയ്കയുടെ തീരത്താണ് അവരെത്തിയത്. ദാഹാർത്തരായ ആനകളെല്ലാവരെയും കൂടി ആ പൊയ്കയുടെ 4 ഭാഗത്തും ചെന്ന് തുമ്പിക്കൈകൊണ്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കോരി കുടിച്ചു. അവരുടെ ദാഹപരിവിധം തീർന്നു. അപ്പോഴാണ് ആന എല്ലാവരോടും പറഞ്ഞു, ഇത് നമുക്ക് പരിചയമില്ലാത്ത ഒരു പൊയ്കയാണ്, അതുകൊണ്ട് കുട്ടികളായ ആനകളൊന്നും എന്ത് ചെയ്യേണ്ട, വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, ഞാൻ നിങ്ങളെയൊക്കെ കുളിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ ആനക്കുട്ടികളെയൊക്കെ ഈ വിജേന്ദ്രൻ എന്ത് ചെയ്തു? സോഷ്കരേണോദ്ധതശീലരാംബുഭി. എന്തൊരു അനുസരണയാണ്! എന്താണോ വിജേന്ദ്രൻ പറയുന്നത് അതെല്ലാവരും അനുസരിക്കും. ആ കുട്ടികളായ ആനക്കുട്ടികളെ മുഴുവനും വിജേന്ദ്രൻ തൻ്റെ സ്വപുഷ്കരേണ, പുഷ്കരം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈയാണ്, ആ തുമ്പിക്കൈയോട് വെള്ളം ഇങ്ങനെ കോരിയെടുത്ത് എല്ലാ ആനക്കുട്ടികളെയും കുളിപ്പിച്ച് കരയ്ക്ക് നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് പിടിയാനകളോടുകൂടി ഈ വിജേന്ദ്രൻ നേരെ, അല്ലയോ രാജാവേ, ആ ജലാശയത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ്. ആ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആനയ്ക്ക് വെള്ളത്തിൽ നിന്ന് കയറാനേ പറ്റുന്നില്ല. ഈ കഥ പറയുന്ന സമയത്ത് ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നുണ്ട്, യഥാ ഗൃഹി, ആരെ പോലെ? ഗൃഹിയെ പോലെ എന്നർത്ഥം.
എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്നലെ പറഞ്ഞില്ലേ, ഭാഗവതത്തിൽ ഒരു വാക്ക് പോലും ആവശ്യമില്ലാതെ എഴുതി വെച്ചിട്ടില്ല. ആവശ്യമുള്ള എല്ലാ പദങ്ങളും എഴുതി വെച്ചിട്ടും. അപ്പം യഥാഗൃഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഗൃഹസ്ഥനെ പോലെ എന്നർത്ഥം. ഈ കഥ ഒരു കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഈ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയോ ഒക്കെ കഥ പറഞ്ഞു കൊടുക്കില്ലേ? അപ്പോൾ ഒരു കൊച്ചു കുട്ടിയാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ ഇതങ്ങനെയുള്ള ഒരു ചെറിയ ബാലകഥയാണെന്ന് നമുക്ക് തോന്നും, ആനയുടെയും മുതലയുടെയും കഥ. എന്നാൽ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് ഇതങ്ങനെയുള്ള ഒരു കുട്ടിക്കഥയല്ല. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ ഗൃഹസ്ഥൻ്റെയും കഥയാണ് വാസ്തവത്തിൽ ഈ ആനയുടെ കഥ. ഇതെന്താ കാരണം? ഈ വെള്ളത്തിൽ നിന്ന്, ഈ ജലാശയത്തിൽ നിന്ന് കയറാൻ തോന്നുന്നേയില്ല എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ ജലാശയം? ആ ജലാശയമാണ് ഗൃഹസ്ഥന്മാരുടെ ഗൃഹം. വീട്ടിലങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഭർത്താവുണ്ടാവും, ഭാര്യയുണ്ടാവും, കുട്ടികളുണ്ടാവും. ജീവിതത്തിൽ പലതരത്തിലുള്ള രസങ്ങളൊക്കെ ആസ്വദിക്കാം, ആഹാരമൊക്കെ കഴിക്കാം, കളിക്കാം, ചിരിക്കാം. അപ്പോൾ വീടാണ് വാസ്തവത്തിൽ ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഈ ജലാശയം. അവിടുന്ന് കയറിപ്പോരാൻ തോന്നണേല്ലോ. അവിടെ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ സ്വതവേ ഗൃഹസ്ഥന്മാർക്ക് തോന്നില്ല. വായനയൊക്കെ കഴിഞ്ഞാൽ എങ്ങടാ പോവുക? വായന കേട്ട് നേവരാരും ഹിമാലയത്തിലേക്കൊന്നും ഞാനെല്ലാം വലിച്ചെറിഞ്ഞതാ പോവുക എന്ന് പറഞ്ഞു. ഗോപികമാരെ പോലെ എത്ര വായനക്കാർ പോയി, എത്ര വായന കേട്ടവർ പോയി. വായനയൊക്കെ വൈകുന്നേരങ്ങൾ എപ്പോഴാണ് നിർത്തുക, 6:20 ആയാൽ തന്നെ ചില ആൾക്കാർ വാച്ചിലേക്ക് കയറി നോക്കും. ഇന്നലെ 6:15 നിർത്തിയോ? ഒന്നും നിർത്തുന്നില്ലേ ഈശ്വര. 6:30 സന്ധ്യ ആയാൽ പിന്നെ മനസ്സ് പിന്നെ ഭാഗവതത്തിലൊന്നും ഇരിക്കില്ല. പിന്നെ വീട്ടിലേക്ക് പോയിട്ട് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ള ചിന്തയാണല്ലേ. അപ്പോൾ ഭാഗവതം കേൾക്കുന്നവർക്ക് പോലും ഞാൻ ഇന്നലെയൊക്കെ നോക്കി ഇവിടെ വായന കൊണ്ട് നിർത്തി 2 മിനിറ്റ് എടുത്തില്ല. ഇവിടെ മുഴുവൻ ശൂന്യം. പിന്നെ ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എല്ലാവരും എങ്ങടോ ഓടിപ്പോയി. എങ്ങടാ ഓടിപ്പോയത്? അതുകൊണ്ടാണ് പറഞ്ഞത് യഥാഗൃഹി. നമ്മളുടെ കഥയെ പറയണത് ആ വീട് നമ്മൾ വിചാരിക്കുമ്പോഴേക്കും പിന്നെ നമ്മൾ അവിടേക്ക് ഓടിപ്പോവുക. അവിടെ നിന്ന് കയറിപ്പോരാൻ തോന്നുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ആരുടെ കഥയാണ്? ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഗൃഹസ്ഥന്മാരുടെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ ആനയുടെയും മുതലയുടെയും കഥ. എവിടുന്നോ വന്ന ഒരു മുതലയാണ് ആ വെള്ളത്തിൽ ഇരിക്കുന്ന ആനയുടെ പിൻകാലിന്മേൽ കടിച്ച്, ആ കാലിൻ്റെ മുളകൾ കടിച്ചപ്പോൾ ആനയ്ക്ക് പരിഭ്രമമൊന്നും തോന്നിയില്ല. താൻ കാട്ടിലെ രാജാവല്ലേ. ആന പിടിച്ചു വെച്ചു, മുതല നേരെ കരയിലെത്തി. മനസ്സിലായി മുതലയാണ്. മുതല വിട്ടില്ല. മുതല ആനയെ വെള്ളത്തിലേക്ക് പിടിച്ചു വലിച്ചു. ആന മനസ്സുകൊണ്ട് വിചാരിച്ചു, നീ എന്നോടാണോ കളിക്കുന്നത്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്നുള്ള ഭാവത്തിൽ കാല് കുടഞ്ഞു നോക്കി. പക്ഷേ മുതല വിടുന്നില്ല. എന്തെല്ലാം ചെയ്തിട്ടും ഈ മുതല വിടുന്നില്ല. ഏതാണ് ഈ മുതല എന്ന് മനസ്സിലായോ? അത് എന്നും രാവിലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ലേ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പൂവിടുന്നല്ലാതെ എന്താണെന്നും നമ്മൾ ചിന്തിക്കാറില്ല. ചൊല്ലണതേ കർമ്മഗ്രാഹീതാംഗം മാമുദ്ധര ഭവർണ്ണവാൽ. ഏതാ മുതലാന്ന് മനസ്സിലായില്ലേ? ഗൃഹസ്ഥനെ സംബന്ധിച്ച് കർമ്മമാണ് മുതല. ഗൃഹസ്ഥന്മാർക്ക് കർമ്മം ചെയ്യാതെ ജീവിക്കാനേ വയ്യ. നമുക്ക് നേരെ മനസ്സിലായില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും മുതലയാണ് എന്ന് മനസ്സിലായില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിൽ എന്ത് പ്രാർത്ഥിച്ചത്? കർമ്മഗ്രാഹം. കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം, ഗ്രാഹം എന്ന് പറഞ്ഞാൽ മുതല. അപ്പൊ ഗൃഹസ്ഥനെ പിടിച്ചിരിക്കുന്നത് കർമ്മങ്ങളാകുന്ന മുതലയാണ്. അത് വിടേല്ലാത്ത. ഈ സമുദ്രത്തിലൊക്കെ തിരമാലകൾ കാണാറില്ലേ? ഒരു തിരമാല കഴിഞ്ഞാൽ അടുത്ത തിരമാല, അത് കഴിഞ്ഞാൽ അടുത്ത തിരമാല. ഇതുപോലെയാണ് വീട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന് വീട്ടിൽ നിന്ന് പോയി വരും. എന്താ നമ്മുടെ വീട്ടിൽ ഒരു കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് കഴിയുമ്പോഴേക്കും നമ്മളൊരു 10 കർമ്മം കണ്ടുപിടിക്കും. അടുത്തടുത്ത കർമ്മങ്ങൾ ഈശ്വരാന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ചിട്ട് എന്തെല്ലാം കർമ്മങ്ങളാ ഗൃഹസ്ഥന്മാർ ചെയ്യണതല്ലേ. ഈ കർമ്മങ്ങളെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്നാണ് ശ്രീ ശിവബ്രഹ്മർഷി ചോദിക്കണത്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഗൃഹസ്ഥന്മാർ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈ ആന പ്രാർത്ഥിച്ചത് എന്താണ്? ഈ മുതലയുടെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടണം. നമ്മളും പ്രാർത്ഥിക്കണം. എന്ത്? ഈ കർമ്മങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടണ്ടേ.
അത് ഒഴിഞ്ഞു കിട്ടുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അപ്പോൾ ആന നോക്കിയപ്പോൾ ധാരാളം താമരപ്പൂക്കൾ കണ്ടു. ഇനി ഏതായാലും എൻ്റെ കൂടെയുള്ള ഇവർക്ക് ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ആനയ്ക്ക് ഉറപ്പായി. നമാമി മേ ജ്ഞാതയ ആതുരം ഗജാഹ. എന്താ അർത്ഥം? നമാം ഇമേ ജ്ഞാതയ, എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ കൂടെ നിൽക്കുന്ന ഇവർക്ക് ആർക്കും തന്നെ ഈ മുതലയുടെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന ആനയ്ക്ക് ഉറച്ച ഒരു ബുദ്ധി വന്നു. നമുക്കെന്താണ് ഒരു ബുദ്ധി വരിക അല്ലേ? അപ്പം നമ്മുടെ കൂടെയുള്ള ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ നമ്മളെ ഈ സംസാരമാകുന്ന സാഗരത്തിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരാൾക്ക് സാധിക്കും. അത് ആനയ്ക്ക് എങ്ങനെയാ മനസ്സിലായത്? ഇതിവ്യവസിതോ ബുദ്ധ്യാ സമാധായ മനോഹൃതി ജജാപരമം ജാപ്യം പ്രാജന്മന്യനുശിക്ഷിതം. ഈ ആനയ്ക്ക് പെട്ടെന്ന് തൻ്റെ പൂർവ്വജന്മത്തെ പറ്റി ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഈ ആന ഇന്ദ്രദ്യുമ്നൻ എന്നു പേരായ ഒരു പാണ്ഡ്യരാജാവായിരുന്നു. നമ്മുടെ ഭാരതത്തിൽ പാണ്ഡ്യദേശത്തിൽ ധാരാളം ഭക്തന്മാർ താമസിച്ചിരുന്നു. എപ്പോഴെങ്കിലും പാണ്ഡ്യദേശത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ധാരാളം പ്രായമുള്ള ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ നമുക്ക് എത്രയോ പാണ്ഡ്യദേശത്തുണ്ടായിരുന്ന മഹാഭക്തന്മാരായിരുന്ന എത്രയോ ഭക്തന്മാരുടെ കഥകൾ ഇന്നും നമ്മൾ അവിടെ പോയാൽ അവർ പറഞ്ഞു തരും. ഈ പാണ്ഡ്യദേശത്ത് താമസിച്ചിരുന്ന മിക്കവാറും രാജാക്കന്മാരൊക്കെ നല്ല ശ്രീകൃഷ്ണ ഭക്തന്മാരായിരുന്നു. അതിലൊരു രാജാവിൻ്റെ പേരാണ് ഇന്ദ്രദ്യുമ്നൻ. എന്തൊരു ഭക്തിയായിരുന്നു അദ്ദേഹത്തിനല്ലേ! ആ ഇന്ദ്രദ്യുമ്നൻ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ചിരിക്കുന്ന സമയത്താണ് ഒരിക്കലും എന്തോ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് അഗസ്ത്യ മഹർഷിയുടെ ശാപം കിട്ടി. അങ്ങനെ അഗസ്ത്യൻ്റെ ശാപം കൊണ്ടാണ് ആ ഇന്ദ്രദ്യുമ്നൻ ഇവിടെ ഒരു ആനയായിട്ട് ഇപ്പോൾ ജനിച്ചത്. അപ്പോൾ തൻ്റെ പൂർവ്വജന്മത്തിലെ ആ കഥകളൊക്കെ ആനയ്ക്ക് ഓർമ്മ വന്നു. അന്ന് ഈ ഇന്ദ്രദ്യുമ്നൻ ഭഗവാനെ ഉപാസിച്ചിരുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ ആനയ്ക്ക് എന്തോ ഈശ്വരനുകൊണ്ട് ഓർമ്മ വന്നു. എന്നെ രക്ഷിക്കാൻ ഭഗവാനല്ലാതെ ഇനി വേറെ ആർക്കും സാധിക്കുകയില്ല എന്ന ഒരു ഉറച്ച ബുദ്ധിയാണ് ആനയ്ക്കുണ്ടായത്. അപ്പോൾ ആന എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ ധാരാളം താമരപ്പൂക്കളുണ്ട്. ഒന്നാമത്തെ താമരപ്പൂവ് തൻ്റെ തുമ്പിക്കൈകൊണ്ട് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ആ ഒന്നാമത്തെ മന്ത്രം ചൊല്ലി, ഓം നമോ ഭഗവതേ തസ്മൈ യദ പുരുഷായ അതിബീജായ പരേശായ അഭിധീമഹി. ഇത് വാസ്തവത്തിൽ ഗായത്രി മന്ത്രമാണ്. ആ ഒന്നാമത്തെ ഗായത്രി മന്ത്രം ചൊല്ലി ആ താമരപ്പൂവ് ആ വെള്ളത്തിലേക്ക് അർച്ചിച്ചു. അവിടെ ഭഗവാന്റെ പ്രതിമയൊന്നുമില്ല. ഇന്നലെ പറഞ്ഞില്ലേ, ഒരു ജീവന് ജലത്തെയാണ് ഭഗവാൻ ഈശ്വരനായിട്ട് ഉപാസിക്കുന്നത് ഇന്നലെ പറഞ്ഞു. അപ്പോൾ അവിടെ ഭഗവാന്റെ പ്രതിമയൊന്നുമില്ല. തൻ്റെ മുന്നിൽ കണ്ട ആ വെള്ളത്തിലേക്ക് തന്നെ ഒരു താമരപ്പൂ പൊട്ടിച്ചു. ഇത് ഭഗവാന്റെ പാദമാണ് എന്ന് സങ്കല്പിച്ചു ആരാധിച്ചു. അതുകൊണ്ട് രണ്ടാമത്തെ പൂവെടുത്തു. യസ്മിന്നിദം യദശ്ചേദം യേനേദം യഇദം സ്വയം യോസ്മാൽ പരസ്മാച്ചവരത്തം പ്രപദ്യേ സ്വയംഭുവം. ആ മന്ത്രം ചൊല്ലി രണ്ടാമത്തെ പൂവ് ആ വെള്ളത്തിലേക്ക് ആരാധിച്ചു. ഇങ്ങനെ ഓരോരോ മന്ത്രങ്ങൾ ചൊല്ലിയാണ് ഈ വിജയേന്ദ്രൻ ഭഗവാന്റെ പാദങ്ങളിലേക്ക് എന്ന് സങ്കല്പിച്ച് ആ ജലാശയത്തിലേക്ക് പൂക്കളിൽ നിന്ന് ആശിച്ചു. പക്ഷെ ഇങ്ങനെ ഭഗവാൻ ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നതൊക്കെ കണ്ടു. പക്ഷെ ഭഗവാൻ വിചാരിച്ചു, ആയിട്ടില്ല. എന്തായിട്ടില്ല? ആ വിജയേന്ദ്രനെ രക്ഷിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് ഭഗവാൻ തോന്നിയത്. ലക്ഷ്മി ദേവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ അതൊന്ന് കേൾക്കണല്ലേ ആ പുഷ്പാഞ്ജലി ചെയ്യുന്നത്? ആ മന്ത്രങ്ങളൊക്കെ കേൾക്കണല്ലേ? എന്നിട്ട് എന്താ ഇവിടെ ഇങ്ങനെ അനങ്ങാതെ ഇവിടെ ഇരിക്കണത്? അപ്പൊ ലക്ഷ്മി ദേവിയെ ഭഗവാൻ ഒന്ന് നോക്കിയത്. എന്താ ഓട്ടത്തിന്റെ അർത്ഥം? അതെ, സമയമായാൽ എനിക്കറിയാം അവിടേക്ക് പോകണം. ഓരോരോ ഭക്തരെയും എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് നല്ലയോ ലക്ഷ്മി ദേവി നീ നല്ലോണം കണ്ടോളാൻ പറഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ടില്ലേ നരസിംഹമൂർത്തിയായിട്ട് എങ്ങനെയാണ് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതെന്ന്. എന്നിട്ട് അന്ന് ലക്ഷ്മി ദേവി ദേഷ്യം തീർക്കാൻ വേണ്ടി അടുത്തേക്ക് ഓടിപ്പോയി. അടുത്തതും പോയില്ല, എത്രയോ ദൂരം നിന്നിട്ടൊന്ന് വളരിയിരിക്കുകയേ ഉള്ളൂ. പിന്നെ പ്രദേശത്തേക്ക് പോയില്ല. അത്ര ഭഗവാന്റെ അട്ടഹാസം കേട്ട് പരിഭ്രമിച്ചിട്ട്. അപ്പൊ ലക്ഷ്മി ദേവിക്ക് അറിയില്ല ഭക്തന്മാരെ എങ്ങനെയാ അനുഗ്രഹിക്കുക. അതല്ലേ ചില ആൾക്കാർ കണ്ടില്ലേ, വലിയ സമ്പന്നനായിട്ട് പിറ്റേ ദിവസം കാണാം മാളിക മുകളേറിയ മന്നന്റെ
തോളിൽ മാറാ പുകറ്റുന്നതും ഭവാൻ. അപ്പൊ ഭഗവാൻ ലക്ഷ്മി ദേവിയോട് ചോദിച്ചു, നീ ഇങ്ങനെയല്ലേ അനുഗ്രഹിക്കുക? അതെ, ഞാൻ അങ്ങനെ തന്നെയാ അനുഗ്രഹിക്കുക. ഇന്ന് വലിയ സമ്പന്നനായ ആള് നാളെ അപ്പോഴേക്കും കാണാം ഒന്നും കയ്യിലില്ലാതെ വലിയൊരു മാറാപ്പ് തൂക്കി നടക്കണമെന്ന് ലോകത്തിൽ കാണാറില്ലേ? നീ ഇങ്ങനെയാണ് അനുഗ്രഹിക്കുക വെച്ചാൽ ലക്ഷ്മി ദേവി ഞാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് നീ കണ്ടോളൂ. അപ്പൊ ലക്ഷ്മി ദേവി ചോദിച്ചു, അത് കാണാൻ വേണ്ടി ഞാനും കൂടെ വരട്ടെ? കണ്ടോളൂ. അതെങ്ങനെയാ പോവുക? ഗരുഡന്റെ പുറത്ത് പോവുക. അപ്പോഴത് അടുത്തൊരാൾ ഞാനും വരട്ടെ. ആരാത്? ഭൂമിദേവിയാണ്. നീയും വരുന്നുണ്ടോ? നീയും വന്നോ, എനിക്കും കാണണം എങ്ങനെയാണ് ആനയെ രക്ഷിക്കുന്നത് എന്ന് കാണാൻ. അങ്ങനെ ഗരുഡൻ പുറപ്പെട്ടു, അതുപോലെ തന്നെ ഭൂമിദേവി പുറപ്പെട്ടു, ലക്ഷ്മി ദേവി പുറപ്പെട്ടു. ഭഗവാൻ ആ ഗരുഡന്റെ പുറത്ത് കയറി നാലാളും കൂടി പറന്നു പോവുക. ആരാ നാലാൾക്കാർ? നമ്മൾ സാധാരണ പറയാറില്ല, ഒരു വഴിക്ക് പോകുമ്പോൾ നാലാളും കൂടി പോകണം. ഭഗവാനുണ്ട്, ഗരുഡനുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, ഭൂമിദേവിയുണ്ട്. എല്ലാവരും കൂടി അതേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ പോവുക. വേഗത്തിലെല്ലാം പോണത്. അതുകൊണ്ടാണത്രേ സമാസഹസ്രം വ്യഗമൻ മഹീപതേ. ആയിരക്കണക്കിന് സംവത്സരങ്ങളാണ് ഈ ആനയും മുതലയും കൂടി പിടിയും വലിയും കൂടിയത്. ദേവന്മാരാരും തന്നെ ആനയെ രക്ഷിക്കാൻ വന്നില്ല. എന്താ കാരണം? അവർക്ക് മനസ്സിലായി ഞങ്ങളെയല്ല വിളിക്കണത്, വിളിക്കുന്ന ആൾ പോയാൽ പോരെ. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ പ്രത്യേക ഭാവത്തിൽ കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഈ മന്ത്രമൊന്നും കേൾക്കാണ്ടായി. മന്ത്രം കേൾക്കാതെയായപ്പോൾ ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താക്കി മന്ത്രമൊന്നും കേൾക്കാത്തത്? ആനയ്ക്ക് മന്ത്രം തിരിക്കാൻ പറ്റണില്ല. ആനയുടെ മസ്തകം മാത്രം വെള്ളത്തിൻ്റെ മുകളിലുണ്ട്. എങ്ങനെയോ തുമ്പിക്കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. അവസാനത്തെ ഒരു താമരപ്പൂവ് കയ്യിൽ പിടിച്ച് എന്താ ഭരാത്തത് എന്ന് ചോദിച്ചു നിൽക്കുക. അപ്പൊ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കൈകൊണ്ടൊന്ന് തോണ്ടിയത്. ഗരുഡൻ അറിയാം വേഗത പോരാന്ന കൊണ്ടന്റെ അർത്ഥം. പിന്നെ ഗരുഡൻ എന്തൊരു വേഗത്തിലാ പറന്നതല്ലേ! എത്രയും പെട്ടെന്ന് ആ പൊയ്കയുടെ മുകളിൽ ഭഗവാൻ എത്തി. ഗരുഡൻ വളരെ വേഗത്തിൽ ആ ക്ഷതങ്ങനെ വീശുന്ന സമയത്ത് അതിൽ നിന്ന് ബൃഹദ്രഥന്തരങ്ങൾ എന്ന് പറയുന്ന സാമവേദ മന്ത്രമാണത്രേ പുറത്തേക്ക് വരിക. അപ്പൊ ആനങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അവശനായിട്ട് നിൽക്കുമ്പോൾ സാമഗാനം കേട്ടപ്പോഴാണ് ആനമെല്ലാം ഒന്നിങ്ങനെ മസ്തകം ഉയർത്തി നോക്കിയപ്പോൾ ആകാശവീതിയിലുണ്ട് ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ പ്രത്യക്ഷമായിട്ടിരിക്കുന്നു. കാറ്റ് കാരണം ഭഗവാന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ വനമാല പറക്കുന്നുണ്ട്. ഭഗവാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കാറ്റിൽ പറക്കുന്നുണ്ട്. ഭഗവാൻ കയ്യിൽ തൃച്ചക്രം എടുത്തിട്ടുണ്ട്. ഭൂമിദേവിയോടും ലക്ഷ്മി ദേവിയോടും കൂടി വന്നിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഭഗവാനെ തന്നെ നോക്കി നിന്നതോടെ ആനയുടെ എല്ലാ ദുഃഖങ്ങളും അസ്തമിച്ചു. ഭഗവാൻ നേരെ താഴേക്ക് പറന്നു വന്ന് ആ കയ്യിലുള്ള ചക്രം നേരെ മുതലയുടെ ശരീരത്തിലേക്ക് വിട്ടു. മുതലയുടെ ശരീരമൊക്കെ ഛിന്ന ഭിന്നമായി. ആ മുതല നിന്ന സ്ഥാനത്ത് പെട്ടെന്നൊരു ഗന്ധർവൻ വന്നു. ഭഗവാൻ ചോദിച്ചു, എന്താ പേര്? ഗന്ധർവൻ പറഞ്ഞു, ഹൂ ഹൂ എന്നാണ് പേര്. ആഹാ, അതെന്റെ സഹോദരന്റെ പേര്. ഞാൻ നിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഭഗവാനെ അങ്ങ് ഹാഹാ എന്നല്ലേ പറഞ്ഞത്. അതെന്റെ കുടുംബത്തിലുള്ള ഒരാളുടെ പേരാണ്. പിന്നെ ആരൊക്കെ ആ കുടുംബത്തിലുള്ളത്? അപ്പോ ആ ഗന്ധർവൻ പറഞ്ഞു, ഹാഹാ ഹൂ ഹൂ ഹീ ഹി. നോക്കൂ, ഭഗവാൻ എവിടെ പോയാലും ഈ തമാശയൊക്കെ പറയുന്നുണ്ട്. ഈ ഗജേന്ദ്രനെ രക്ഷിക്കുമ്പോഴും ഭഗവാൻ പറയണത് കേട്ട് ലക്ഷ്മി ദേവി ചിരിച്ചു, ഭൂമിദേവി ചിരിച്ചു. ഗന്ധർവന്മാരുടെ പേരോ ഒക്കെ ഇങ്ങനെയാണ്. ഏതായാലും നിന്റെ പേര് ഹൂഹു എന്നാണല്ലേ, ഞാൻ എന്നും ഓർക്കാം. നിനക്കെന്നും ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ ഗന്ധർവനെ ഭഗവാൻ പറഞ്ഞയച്ചു. ആ ആന ഇതെല്ലാം കേട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ നോക്കിയത്, ആ ആനയുടെ കയ്യിൽ അവസാനത്തെ ഒരു താമരപ്പൂ പിടിച്ചു നിൽക്കുകയാണ്. ഭഗവാൻ നേരെ ആ അവസാനത്തെ താമരപ്പൂവും സ്വീകരിച്ചു. വിജയന്തനെ ഭഗവാൻ ഒന്ന് തൊട്ടപ്പോഴേക്കും ഭഗവത് സ്പരിശാത് പെട്ടെന്ന് പരീക്ഷിച്ച് അവിടെ അത്ഭുതമുണ്ടായി. ഭഗവാൻ ആനയെ ഒന്ന് തൊട്ടപ്പോഴേക്കും ആ ആന പെട്ടെന്ന് രൂപം മാറി. ഭഗവാന്റെ അതേ സ്വരൂപമാണ് ആനയ്ക്ക് കിട്ടിയത്. ഇതിന് സാരൂപ്യമുക്തി എന്നാണ് പറയുന്നത്. ആ സാരൂപ്യമുക്തി കിട്ടിയ ആ ഭഗവാനായി മാറിയ ആ ഗജേന്ദ്രനോട് ഭഗവാൻ പറഞ്ഞു, ഗരുഡന്റെ പുറത്ത് കയറിയില്ല. അങ്ങനെ എല്ലാവരും കൂടി പറന്ന് തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, നമ്മളുടെ ഈ കഥ ഭാവിയിൽ എത്രയോ ഭക്തന്മാരെ പാടും. ആരാണോ ഈ കഥ പാടുന്നത്, ആരാണോ ഈ വിജേന്ദ്ര മോക്ഷണം എന്ന കഥയുമായി ബന്ധപ്പെട്ട
എന്തെങ്കിലും പ്രഭാതത്തിൽ അനുസ്മരിക്കുന്നത് അവർക്ക് ഞാൻ നല്ല ബുദ്ധി കൊടുക്കുന്നതാണ്. അവരൊരിക്കലും ദുസ്വപ്നങ്ങൾ ജീവിതത്തിൽ സമയത്ത് വരുകയില്ല. ഇങ്ങനെ അനേകം വരങ്ങൾ അന്ന് തന്നെ ഭഗവാൻ കൊടുത്തു. നമുക്ക് ഏതായാലും നമ്മുടെ ഭാഗ്യം കൊണ്ട് രാവിലെ അല്പസമയം ആ വിവേകരമോക്ഷണം എന്ന് പറയുന്ന കഥയൊന്ന് വിസ്തരിക്കാൻ കഴിഞ്ഞു.